ഒരു ആക്ട്രസ് അവരനുഭവിച്ച കാര്യം വളരെ തുറന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ ബബ്ബ, അതൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനൊരു ചാൻസ് കിട്ടിയാൽ പോകും? ഇല്ല, ഞാൻ പോയില്ല. പേഴ്സണലി ഞാൻ ഇതൊരു കേട്ട ഒരു ആക്ട്രസ് അവരനുഭവിച്ച കാര്യം വളരെ തുറന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ദിലീപ് അല്ലാന്ന് കുറേ പേര് പറയുന്നുണ്ട്, പക്ഷെ അല്ലെങ്കിൽ തന്നെ ആരാന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അവർക്ക് നീതി കിട്ടുന്നവരെ അങ്ങനെ ഒരാളെ വെറുതെ ഞാനായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കില്ല ഒട്ടും. അപ്പോൾ തെളിയാത്ത സ്ഥിതിക്ക് ഒരാളെ മാറ്റി നിർത്തപ്പെടേണ്ട ആവശ്യമുണ്ടോ? സ്ഥിതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തെളിവുകളൊക്കെ ആദ്യം ഏകദേശം ഉണ്ടായിരുന്നു, അത് പിന്നെയാ മാഞ്ഞത്. ഇവർക്കിതൊരു നീതി കിട്ടിയിട്ടില്ല, അവരിതിനു വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ അവൾക്കൊപ്പം അതിനുള്ളൊരു ഇതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ദിലീപേട്ടൻ്റെ ഒരു മൂവിയും കാണില്ല നീതി കിട്ടുന്നവരെ? ദിലീപിന്റെ മൂവി ഇപ്പൊ കാണാൻ താല്പര്യമില്ലാത്തതാണ്. ബബ്ബ മൂവി ഇറങ്ങില്ലേ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഒരവസരം കിട്ടിയാൽ പോയി കാണാം? ഇല്ല, യു ഷുഡ് സെപ്പറേറ്റ് ആർട്ട് ഫ്രം ദ പേഴ്സൺ എന്ന് പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് ദ സെയിം. ലൈക്ക് ആർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് തന്നെ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനാണ്. അപ്പോൾ അത് ഇപ്പം ദിലീപിന്റെ കേസിൽ വരുമ്പോൾ ഇപ്പം അറിയാലോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എപ്പോഴും നമ്മൾ വൈവറിനൊപ്പമാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാനും കാണുന്നില്ല. നിക്കിത്ത. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളിടത്തോളം കാലം അവളോടൊപ്പം നിൽക്കാനാണ് എൻ്റെ താല്പര്യം. കുറേ പേര് ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയൊരു മൂവി ഇറങ്ങി, ഇതൊരു കലയാണല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? സിനിമ കാണുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സിനിമ കാണുന്നവർക്ക് കാണാതെ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിലപാടാണ്. പക്ഷേ ഞാൻ സിനിമ കാണില്ല എന്നുള്ളത് എൻ്റെ ഒരു നിലപാടാണ്, അവളോടൊപ്പം എന്നുള്ള എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളിടത്തോളം കാലം അവളോടൊപ്പം നിൽക്കാനാണ് എൻ്റെ താല്പര്യം. അർച്ചന അല്ലല്ല, കോഴിക്കോട്. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കലേനെ നമ്മൾ മാറ്റി നിർത്തരുത്. ഓക്കെ, ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഇഷ്യൂ നടക്കേണ്ടല്ലോ, അതിജീവിതയുടെയും ഇഷ്യൂസ് നടക്കേണ്ടല്ലോ. സോ ബബ്ബ മൂവി കാണാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല, അതായത് ഇപ്പം വേണ്ട എന്നാണ്. അതായത് ഐ മീൻ അത് കാരണമുള്ളൊരു സാധനമല്ല, എനിക്കിപ്പോൾ അത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. പേഴ്സണലി ദിലീപേട്ടൻ്റെ ഏതെങ്കിലും ഒരു മൂവി വേറെ വരികയെന്ന് ഹിറ്റ് ആവുന്ന ഒരു മൂവി വന്നാലും പോവാൻ ചാൻസ് ഉണ്ടോ? അയ്യോ, അതിങ്ങനെ കാണും, അത് കാണും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മൂവിയായിട്ട് ഞാൻ കാണുന്നതാണ്. പക്ഷേ നമ്മുടെ കലയായിട്ട് എടുക്കണമല്ലോ. പേഴ്സൺ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കലേനെ നമ്മൾ മാറ്റി നിർത്തരുത്. അപ്പം എന്താ, അഭിനയം എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ബബ്ബ മൂവി ഇറങ്ങിയില്ലേ, ഒരു അവസരം കിട്ടുന്ന ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി കാണും? ഡെഫിനറ്റ്ലി കാണും. ഞാൻ ആ ഒരു ബബ്ബ എന്നല്ല, എനിക്ക് നല്ല റിവ്യൂ അല്ലെങ്കിൽ കാണണം എന്ന് തോന്നുന്ന മൂവീസൊക്കെ ഞാൻ കാണാറുണ്ട്. അത് ഇപ്പം അത് ആരുടെയും സൈഡ് എടുക്കുന്നതല്ല, ആർട്ട് ഈസ് ആർട്ട്. അതിനെ വേറൊരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് മിക്സ് ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം പക്ഷേ നീതി കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോൾ അതിജീവിതയ്ക്ക്. ഓക്കെ, അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആസ് എ പേഴ്സൺ ആയിട്ടല്ല നമ്മൾ ദിലീപിൻ്റെ ഒരു മൂവിക്ക് പോണത്. ആ ഒരു ആളിനെ കാണാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ക്രിയേറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം പലരും ചോദിക്കുന്നുണ്ട് ബബ കാണാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ. ആരുടെയും ഒപ്പം എന്നുള്ളതല്ല, അവിടെ ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും മൂവി കാണാൻ പോവുക. ശിഖ. ശിഖ. ഓക്കെ, ബൈ.